കാലിഗ്രാഫി നമ്മുടെ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അല്പം ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ കാലിഗ്രാഫി പഠിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കലം, അതുപോലെ തന്നെ പേപ്പേഴ്സ്, അതിൻ്റെ ഇങ്ക്, അതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല അതിൻ്റെ പഠനം തന്നെ കുറച്ചൊരു കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്യില്ല, കുട്ടികളത് ഇട്ടെറിഞ്ഞ് പോകും. ഞാൻ നാട്ടിലുള്ള സമയത്ത് കാലിഗ്രാഫിൻ്റെ കുറേ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിരുന്നു. കുട്ടികൾ പങ്കെടുക്കാറുണ്ട്, പഠിക്കാറുണ്ട്. നല്ലൊരു സ്കോപ്പുള്ള നല്ലൊരു ഏരിയയാണത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കാലിഗ്രാഫി പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ വലിയ ഡിമാൻഡാണ്. നാട്ടിലും തന്നെ അതിന് വലിയ സ്കോപ്പുണ്ട്. അപ്പോൾ ഈ കാലിഗ്രാഫിൻ്റെ പേന മാറ്റിയിട്ട് ഞാൻ ബ്രഷ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകളുണ്ടല്ലോ, ഫ്ലാറ്റ് ബ്രഷ്, ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കാലിഗ്രാഫി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു 3-4 മാസമായിട്ട് ട്രെയിനിങ് കിട്ടി. അതുപോലെ തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്ത് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ബ്രഷ് കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് കാലിഗ്രാഫിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ കാലിഗ്രാഫി ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ബ്രഷ് കൊണ്ട് ചെയ്യാനുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അത് ഏത് സർഫേസിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽസിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഠനം നടത്തി നോക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട്, മറ്റുള്ള കലം ഉപയോഗിച്ച് കൊണ്ട് പേപ്പറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിന് കുറേ നിയമങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്നുള്ള പഠിക്കേണ്ടത്, പെട്ടെന്ന് ചെയ്യണം, ഏത് സർഫേസിലും ചെയ്യണം. നമുക്ക് വാളിൽ, ചുമരിൽ, അതുപോലെ തന്നെ വാഹനത്തിൽ, ഏതൊരു ഏരിയയിലും നമുക്ക് കാലിഗ്രാഫി ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ ബ്രഷ് പിടിക്കുന്നതിന്, അതുപോലെ ഓരോ അക്ഷരങ്ങളും എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കണം, അതുപോലെ തന്നെ അതിന് ചില ടെക്നിക്കുകൾ നമ്മൾ സ്വന്തം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഓരോരുത്തരും പേന പിടിക്കുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വീഡിയോസിൽ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വന്ന് ഒരു പുസ്തകം, ഒരു ഡയറി അതെടുത്ത്, സാധാരണ നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഡയറിയോ അതല്ലെങ്കിൽ കാറ്റലോഗുകൾ ഒക്കെ ഉപയോഗിച്ചാണ് നമുക്കതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ വൺസ് ഒരു ലെറ്റേഴ്സ് നമുക്കൊരു ഫ്ലോ, അതിൻ്റെ ബ്രഷിൻ്റെ ഫ്ലോ നമുക്ക് പഠിഞ്ഞാൽ പിന്നെ അത് പെർമനൻ്റായി, പിന്നെ അതിന്ന് മാറാൻ കഴിയില്ല. പിന്നെ ആ ഒരു ഫ്ലോ വെച്ചിട്ട് നമുക്ക് ആ ലെറ്റേഴ്സിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഓരോ വീഡിയോസിലും 1, 2, 3 ലെറ്റേഴ്സ് ഒരുമിച്ച് പഠിച്ചാൽ ഒരു 4-5 വീഡിയോസിൽ ചിലപ്പോൾ തീരുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ അലിഫ് എന്ന അക്ഷരത്തിനെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അലിഫിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മൾ 7 നുത്തുക്ക, 7 പുള്ളികൾ ആണ് അതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ നിയമപ്രകാരം. പക്ഷേ നമ്മളതിൻ്റെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ, അതുപോലെ അലിഫ് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ അവർക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നുള്ളത്. പിന്നെ അത് ബ്രഷ് കൊണ്ട് എഴുതാൻ പഠിക്കേ വേണ്ടുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലിഫിൻ്റെ ഈ ഏറ്റവും ടോപ്പ്, അതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇങ്ങനെ ഒരു ചെരിവുണ്ട്, ഒരു 45 ഡിഗ്രിയിൽ ചെരിവ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ചെരിവുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്, അവിടെയും ഒരു ചെരിവുണ്ട്. പിന്നെ അവസാനം ഇങ്ങനെ വെത്തുമ്പോൾ ഇവിടെ തിന്നായിട്ട് കനം കുറഞ്ഞ് വരുന്നുണ്ട് അല്ലേ. ഇത് നമ്മളൊന്ന് ഇങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് മനസ്സിലാക്കിയെടുത്താൽ അതിനെ എങ്ങനെ ബ്രഷ് കൊണ്ട് എഴുതിയെടുക്കാം, എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ് പിന്നെ പഠിക്കേണ്ടത്. ബ്രഷ് കൊണ്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും അതിനെ. അപ്പോൾ ഇവിടെ നമ്മൾ എവിടുന്ന് തുടങ്ങണം എന്നാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുടങ്ങേണ്ടത് ഈ ഭാഗമാണ് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് അല്പം ഒരു ചെരിവുണ്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചെരിവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ബ്രഷ് മുന്നോട്ട് വരുന്നതിനനുസരിച്ച് മുകളിലേക്ക് പൊക്കി കൊടുന്ന് അത് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ അവസാനിപ്പിക്കുക കണ്ടോ. അപ്പോൾ ഇതിൽ ബ്രഷ് എങ്ങനെ കൈ കൊണ്ട് പിടിക്കണം എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ബ്രഷ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പിടിക്കാൻ കഴിയില്ല, ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഒരു 90 ഡിഗ്രി മുകളിലേക്ക് തന്നെ പിടിക്കണം. ഓക്കെ, രണ്ട് ടിപ്സുകളാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഒന്ന് ബ്രഷിനെ ഇങ്ങനെ ചെരിക്കുക എന്നുള്ളത്, ഓക്കെ, ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. 2 ബ്രഷിനെ പതുക്കെ പൊന്തിച്ചെടുക്കുക എന്നുള്ളത്. അതായത് ഈ അഗ്രഭാഗം എത്തുമ്പോഴേക്ക് ബ്രഷ് പൊന്തി വരണം, അതുപോലെ അല്പം ട്വിസ്റ്റ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അലിഫ് എഴുതുന്നതിൻ്റെ രൂപം എന്ന് പറയുന്നത്, വീണ്ടും നമ്മൾ ഇങ്ക് എടുക്കുന്നു. ഓക്കെ, വീഡിയോ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടുള്ളൊരു പ്രയാസമുണ്ട്. പക്ഷേ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു, മനസ്സിലാക്കും. ഓക്കെ, പക്ഷേ ഈ ടിപ്സ് വളരെ കറക്റ്റാണ്. ഒന്ന് നേരെ 90 ഡിഗ്രിയിൽ നിന്ന് അല്പം മാറിയിട്ട് പിടിക്കുക, ചിരിച്ച് പിടിക്കുക. ഓക്കെ, പിന്നെ ഓരോ അക്ഷരങ്ങളും ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ള പോർഷൻസ് നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഭാഗം ആദ്യം ചെയ്യുന്നതാണ് കുറച്ചും കൂടെ വൃത്തിയാകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, 2 ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചരിക്കേണ്ടി വരുന്നുണ്ട്, അത് ചരിച്ചു. പിന്നെ ബാക്കിലേക്ക് കൊണ്ടുവന്നു,
ഓക്കെ, ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ബ്രഷിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല പതുക്കെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സാധാരണ ബ്രഷ് കൊണ്ട് നമുക്ക് ഫാബ്രിക് കളറോ അതല്ലെങ്കിൽ പോസ്റ്റർ കളറോ പിന്നെ ഒക്കെ ഉപയോഗിച്ചിട്ട് അറബിക് കാലിഗ്രാഫി എഴുതാൻ കഴിഞ്ഞാൽ, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ വീട്ടിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ റൂമാണ്, ഇതിൻ്റെ റൂമിൽ കമ്പനി ആയിട്ടാണ് ഈ ഒരു ടേബിൾ ലാമ്പ് ഇരിക്കുന്നത്. ഇതൊരു ടേബിൾ ലാമ്പാണ്. ഇതിന് 4 പോർഷനാണ്. ഞാനെപ്പോഴും കരുതാറുണ്ട് ഇതിൻ്റെ ഈ ഒരു സർഫേസിൽ എന്തെങ്കിലും ഒരു അറബിക് വാചകം ഒരു ആർട്ടായിട്ട്, കാലിഗ്രാഫി ആർട്ടായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ഇൻസ്പയറിങ് ആർട്ടായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകളൊക്കെ ഇതിൽ വളരെ ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അത്തരം പ്രൊഡക്റ്റുകളൊക്കെ പലപ്പോഴും പലർക്കും ആവശ്യമാണ് താനും. ഇത് കണ്ടോ, ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇതിനൊരു ബേസ് ഉണ്ട്, പിന്നെ അതൊരു സ്റ്റാൻഡ്, ഒരു പൈപ്പാണ്, ഇരുമ്പിൻ്റെ പൈപ്പാണിത്. ഓക്കെ, അതിലൊരു ഫ്രെയിമിൽ ഉള്ളിലൊരു ബൾബും ഇതിനൊരു സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ഒരു ചൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം. പക്ഷേ അതിലൊരു കാലിഗ്രാഫി വർക്ക് വന്നാൽ നമുക്കതിനെ വളരെ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ കാലിഗ്രാഫി ബ്രഷ് കൊണ്ട് എഴുതി പഠിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ അക്ഷരങ്ങളും, അറബിയിലുള്ള എല്ലാ അക്ഷരങ്ങളും അതുപോലെ കൂട്ടക്ഷരങ്ങളുമൊക്കെ അതിൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.